ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഏകദേശം ഒരു 3 കൊല്ലത്തോളമായിട്ട് നമ്മളെ വീട്ടിൽ ഇത് നമ്മളൊരു മൂന്നാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. ഇത് വലിയ വളമോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റിൽ ഒരു അടിവളം ചെയ്ത് കൊടുക്കുമല്ലോ, ചാണകവും എല്ലുപൊടിയും അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തെന്നല്ലാണ്ട് പിന്നെ നമ്മൾ വളമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെ വീട്ടിലത്തെ വേസ്റ്റ്, പിന്നെ അതേപോലെ മീനിൻ്റെ വെള്ളം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. പക്ഷെ നമുക്ക് നന്നായിട്ട് കായ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും നമുക്കിപ്പോൾ ഒരു 3 പ്രാവശ്യമായി ഇതിൻ്റെ വിളവെടുപ്പ് നമ്മൾ നടത്തണ. ആദ്യത്തേൽ 2 3 കായ കിട്ടി. ഇപ്പോൾ രണ്ടാമത്തേൽ ഒരു 4 കായ കിട്ടി. ഇപ്പോൾ അതിനേക്കാൾ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൂവ് വിരിഞ്ഞിട്ട് അതിൻ്റെ ഇത് ആയതാണ്. ഇത് നമുക്ക് പൊട്ടിക്കാൻ പാകമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇതേപോലെ ഉണ്ട് പൂവ്, അതിൻ്റെ ചീഞ്ഞാകതായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലത്തെ ആ പച്ച ആണ് ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളൊരു ചെടി. വളരെ ചെറിയൊരു ചെടിയായിരുന്നു. ഇപ്പോൾ ഇതിൽ ഓരോ ഇതിലും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ അത് പൊട്ടിച്ചെടുക്കാൻ. ഒന്നിങ്ങനെ തിരിച്ചാൽ മതി. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല മധുരമായിരിക്കും. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മൊട്ട്. ഇതാണ് പിന്നീട് പൂവായിട്ട് വരുന്നത്. ഏപ്രിൽ മാസം ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു കാലം. നല്ല വെയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ മഴ പെയ്താൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇതേപോലെ പൂക്കൾ ഇടാൻ തുടങ്ങും. അതിൽ നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂക്കൾ ചീഞ്ഞു പോവും. ഇതേപോലെ ഒന്ന് മൂപ്പത്തിയ മുട്ടൊക്കെ ആണെങ്കിൽ അതവിടെ നിൽക്കും കേട്ടോ. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ ഒന്ന് മുറിച്ച് വെക്കാം കേട്ടോ. നമ്മളെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല അടിപൊളി പിങ്ക് കളറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ കടയിൽ നിന്ന് കിട്ടണ പോലെ ആയിരിക്കില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരമായിരിക്കും കേട്ടോ. കടയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ വാങ്ങിച്ച് കഴിച്ചപ്പോൾ വലിയ മധുരമൊന്നും ഉണ്ടായില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മൊട്ട് വരുന്നതിന് ശേഷം ഇതേപോലത്തെ ഒരു നല്ല അടിപൊളി ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പരാഗണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയിരിക്കും. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമാണ് കേട്ടോ ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കുക. അതിനുള്ളിൽ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇതങ്ങനെ വാടിപ്പോകും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ. നല്ല വൈറ്റും യെല്ലോവും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ആയിരിക്കും കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടായി കാണാൻ തന്നെ പ്രത്യേക രസമാണ്.